ഹലോ. അങ്ങനെ നമ്മളും എത്തിയിട്ടോ ഊട്ടിയിൽ മഞ്ഞുവീഴ്ച കാണാൻ. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ ഒരു സീസണിൽ വന്നില്ലെങ്കിൽ ഇത് ശരിക്കും മിസ്സായി പോയേനെ ഞങ്ങൾക്ക് കേട്ടോ. അത്രയ്ക്കും കിടു 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 ക്ലൈമറ്റാണ്. ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് തലേക്കൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. ഞങ്ങൾ വിചാരിച്ചു അത്യാവശ്യം കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ആളുകൾ പിന്നീട് വരുള്ളൂ എന്ന്. പക്ഷെ 4 മണിക്ക് മുമ്പ് തന്നെ ഒരു 2 കിലോമീറ്ററോളം ഉണ്ടാവും ഗൈസ്. 2 സൈഡും വാഹനങ്ങൾ നിർത്തി ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ് ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് ഇത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. നമ്മൾ കുറേ കറങ്ങി നടന്നിട്ടാണ് നമുക്ക് കാറ് നിർത്താനുള്ള ഒരു സ്പേസ് കിട്ടിയത്. പോലീസൊക്കെ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലോക്ക് കൺട്രോൾ ചെയ്യുന്നത്. അത്രയ്ക്കും ബ്ലോക്കും അത്രയ്ക്കും ആളുകളും ആയിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ഞങ്ങൾക്ക് മഞ്ഞ് കട്ടകളൊന്നും കിട്ടിയില്ല കേട്ടോ. അത് ഓരോ സമയത്താണ് അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. -ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് അങ്ങനെ മഞ്ഞുകട്ടകളൊക്കെ ഉണ്ടാവുക. ഒരു 8 മണിയായിട്ടും ബ്ലോക്കൊന്നും തീർന്നില്ല. 4 മണി തൊട്ട് 8 മണി വരെ ഞങ്ങൾ അവിടെ പെട്ട് കിടന്നു. പിന്നെ നല്ല ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല കേട്ടോ. അത്രയ്ക്കും കിടു ക്ലൈമറ്റാണ്. അങ്ങനെ ഞങ്ങളൊരു 8 മണി 8:30 ആയ സമയത്ത് അവിടെ നിന്നപ്പോൾ വിചാരിച്ചു ഒരു ചൂട് ചായ കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചേനെന്ന്. ഒരു ചേട്ടൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നു ചായയൊക്കെ കൊണ്ട് തരാൻ വേണ്ടിയിട്ട്. ഇഞ്ചി കാപ്പിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തു. ഒരു 8:30-9 മണിയായപ്പോഴാണ് അത്യാവശ്യം ബ്ലോക്കൊക്കെ നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മെല്ലെ കാറിലോട്ട് കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയത് കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ആളുകളാണ് ഇത്രയും ആളുകൾ കേട്ടോ. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.